ഹലോ, നമുക്ക് പാലപ്പം അല്ലെങ്കിൽ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഈ ടീക്കപ്പിന് 2 കപ്പ് പത്തിരിപ്പൊടി, ചെറിയ ടീക്കപ്പാണ് പത്തിരിപ്പൊടി, 3 സ്പൂണ് ചോറ്, 1 മുറി തേങ്ങ, കുറച്ച് ഈസ്റ്റ്, 1/4 സ്പൂൺ ഇല്ല, ഇത്ര ഈസ്റ്റ്. ഇത് തേങ്ങയുടെ വെള്ളമാണ്. വെള്ളത്തിൽ 1 സ്പൂണ് പഞ്ചസാര ഇട്ട് വെച്ചിരുന്നതാണ്. ഇന്നലെ വെച്ചിരുന്നതാണ്, ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത്. ഓക്കെ. അരിപ്പൊടിയുണ്ട്, തേങ്ങയുണ്ട്. തേങ്ങ ചിരകി തന്നെ എടുത്തോളൂ, മിക്സി കേടാവും ഇങ്ങനെ ഇട്ടാൽ. ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കാണ്. അതുപോലെ തന്നെ ചോറുണ്ട്, പിന്നെ ഈ വെള്ളം കൂടെ ഒഴിക്കുകയാണ്. അതുകൊണ്ട് പഞ്ചസാര എക്സ്ട്രാ വേറെ ഇടുന്നില്ല. ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അരച്ചെടുക്കാൻ പോവുകയാണ്. 2 3 പാർട്ടായിട്ട് മാത്രമേ അരച്ചെടുക്കാവൂ. അരയ്ക്കാൻ ഇടുമ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ മിക്സി കേടായിപ്പോൾ അരയത്തുമില്ല. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇതിലിപ്പം ഇച്ചിരും കൂടെ വെള്ളം ഒഴിച്ചാലും വലിയ കുഴപ്പമില്ല. ഞാൻ ഇച്ചിരും കൂടെ വെള്ളം ഒഴിച്ചു. ഇത് ടൈപ്പ് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ മിക്സി കേടായിപ്പോൾ അരയത്തുമില്ല. അരയുന്നില്ല എന്ന് തോന്നിയാൽ ഉടൻ തന്നെ കുറച്ചും കൂടി വെള്ളം കൂട്ടിക്കോളുക. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അതിൽ 1/4 സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി വെക്കുക. നന്നായിട്ട് ഇളക്കി വെക്കുക. തേങ്ങ ചിരകി തന്നെ ഇടണം, അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തേങ്ങ ചിരകി തന്നെ ഇടണം. അപ്പോൾ ഇതൊരു 5 മണിക്കൂറായി കാണും. അപ്പോഴേക്കും ഇത്രയും പുളിച്ചിട്ടുണ്ട്. ഇത്രയും പുളിച്ചാൽ മതി. ഇതിൽ കൂടുതൽ പുളിച്ചു കഴിഞ്ഞാൽ പുളിയായി പോകും. അതുകൊണ്ട് നമ്മൾ ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഇന്നത്തെ അപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ടുണ്ട്. നമുക്ക് അപ്പം ഉണ്ടാക്കി നോക്കാം. മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെക്കാം. 1 മിനിറ്റിനകം തുറന്ന് നോക്കുക. അപ്പം റെഡിയായിട്ടുണ്ട്. ഈ മാവ് കൊണ്ട് നമുക്ക് 10-15 അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.